ജെറുസലേമിൽ 50 മീറ്റർ നീളമുള്ള പുരാതന തുരങ്കം കണ്ടെത്തി രഹസ്യം തേടി ഗവേഷകർ. ജെറുസലേമിലെ കിബൂട്സ് റാമത്ത് റേച്ചലിന് സമീപം പാറ തുരന്ന് നിർമ്മിച്ച 50 മീറ്റർ നീളമുള്ള അത്ഭുതകരമായ ഒരു പുരാതന തുരങ്കം കണ്ടെത്തി. ഇസ്രായേൽ ലാൻഡ് അതോറിറ്റി നിർമ്മിക്കാൻ പോകുന്ന പുതിയ താമസ മേഖലയുടെ ഭാഗമായി ഇസ്രായേൽ ആന്റിക്വിറ്റ്സ് അതോറിറ്റി നടത്തിയ ഖനനത്തിനിടയിലാണ് ഈ കണ്ടെത്തൽ ഉണ്ടായത്. ഏകദേശം 58 ദൂരം സ്ഥലത്ത് 482 വീടുകളും വ്യാപാര കേന്ദ്രങ്ങളും സ്കൂളുകളും ഉൾപ്പെടുന്ന വലിയൊരു പദ്ധതിയാണ് ഇവിടെ വരുന്നത്. പാറകൾ നിറഞ്ഞ ഭാഗത്ത് പരിശോധന നടത്തുമ്പോഴാണ് ഗവേഷകർ ഈ തുരങ്കം കണ്ടെത്തിയത്. ഖനനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ സിവാന മിസ്രാഹിയും സിവോയി മസ്കിച്ചും പറയുന്നത് ആദ്യം ഒരു സാധാരണ ഗുഹയാണെന്ന് കരുതിയെങ്കിലും പിന്നീട് പരിശോധിച്ചപ്പോഴാണ് ഇതൊരു നീളൻ തുരങ്കമാണെന്ന് മനസ്സിലായത് എന്ന്. ഇതിന്റെ ചില ഭാഗങ്ങൾ ഇടിഞ്ഞു കിടക്കുന്നതിനാൽ ഇതിന്റെ എല്ലാ രഹസ്യങ്ങളും ഇനിയും പുറത്തു വരാനുണ്ട്. ഉപരിതലത്തിൽ നിന്നും പടികൾ വഴി താഴേക്ക് ഇറങ്ങിയാണ് ഈ തുരങ്കത്തിലേക്ക് പ്രവേശിക്കുന്നത്. നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി അടിഞ്ഞുകൂടിയ മണ്ണ് ഇതിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. വളരെ കൃത്യമായ ആസൂത്രണത്തോടെയും കഠിനാധ്വാനത്തോടെയുമാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. ചിലയിടങ്ങളിൽ ഇതിന് 5 മീറ്റർ ഉയരവും 3 മീറ്റർ വീതിയുമുണ്ട്. വലിയ സാമ്പത്തിക ശേഷിയും സാങ്കേതിക വിദ്യയും ഉള്ളവർക്ക് മാത്രമേ ഇത്രയും കൃത്യതയോടെ ഇത് കൊത്തിയെടുക്കുവാൻ കഴിയൂ എന്ന് ഗവേഷകർ പറയുന്നു. എന്നാൽ ഇത് എന്തിനാണ് നിർമ്മിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇതൊരു സംഭരണിയാണെന്ന് ആദ്യം സംശയിച്ചുവെങ്കിലും ഇതിന്റെ ഭിത്തികളിൽ പ്ലാസ്റ്റർ ചെയ്യാത്തതിനാലും ഇവിടെ ഭൂഗർഭ ജലത്തിന്റെ സാന്നിധ്യം ഇല്ലാത്തതിനാലും ഗവേഷകർ ആ സാധ്യത തള്ളിക്കളഞ്ഞു. കൃഷിക്കോ മറ്റ് വ്യവസായങ്ങൾക്കോ വേണ്ടിയാണോ ഇതെന്ന് പരിശോധിച്ചെങ്കിലും അതും ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള കല്ലുകൾ ശേഖരിക്കാനോ അല്ലെങ്കിൽ ചുണ്ണാമ്പ് നിർമ്മാണത്തിനായോ വേണ്ടിയാകും ഇതെന്നാണ് ഗവേഷകരുടെ നിലവിലെ നിഗമനം. ഇതിന്റെ മുകൾ ഭാഗത്ത് വായു സഞ്ചാരത്തിനായി ഒരു ദ്വാരവും നിലത്ത് കല്ലുകൾ കൊത്തിയതിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ പണി പാതി വഴിയിൽ നിർത്തിവെച്ചതാകാനും സാധ്യതയുണ്ട്. ഈ തുരങ്കത്തിന്റെ കാലപ്പഴക്കം ഒരു വലിയ രഹസ്യമാണ്. കാരണം കാലപ്പഴക്കം തിരിച്ചറിയുവാൻ സഹായിക്കുന്ന ഒരു ചെറിയ വസ്തു പോലും ഉള്ളിൽ നിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല. എങ്കിലും ഫസ്റ്റ് ടെമ്പിൾ കാലഘട്ടം മുതൽ ഇസ്ലാമിക് കാലഘട്ടം വരെയുള്ള ചരിത്ര അവശിഷ്ടങ്ങൾ ഇതിന് ഏതാനും 100 മീറ്റർ മാത്രം അകലെയുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ജെറുസലേം ജനത്തോട് അനുബന്ധിച്ചുണ്ടായി ഈ കണ്ടെത്തൽ ഏറെ പ്രാധാന്യമുള്ളതാണെന്ന് ഇസ്രായേൽ പൈതൃക മന്ത്രി റബി അമിച്ചായ് ഏലിയാഹു പറയുകയുണ്ടായി. ജെറുസലേമുമായുള്ള ജൂതന്മാരുടെ പുരാതന ബന്ധത്തിന് തെളിവാണ് ഇത്തരം കണ്ടെത്തലുകൾ എന്ന് അദ്ദേഹം വിശദീകരിച്ചു. ജെറുസലേം നഗരം ഓരോ നിമിഷവും അത്ഭുതങ്ങൾ നൽകി ഗവേഷകരെ അമ്പരിപ്പിക്കുന്ന ഒന്നാണ്. പുരാതവസ്തു ഗവേഷകനായ ഡോക്ടർ അമിത് റീം അഭിപ്രായപ്പെടുകയുണ്ടായി. ഈ പുരാതന തുരങ്കം അവിടെ താമസിക്കാൻ വരുന്നവർക്കും പൊതുജനങ്ങൾക്കുമായി ഒരു പുരാവസ്തു പാർക്കിന്റെ ഭാഗമായി സംരക്ഷിക്കുമെന്ന് ഇസ്രായേൽ ലാൻഡ്സ് അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥൻ അറിയിക്കുകയുണ്ടായി. ആധുനിക നിർമ്മാണവും പൗരാണിക ചരിത്രവും ഒത്തുചേരുന്ന ഒരിടമായി ഇത് മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. വരും തലമുറയ്ക്ക് ചരിത്രത്തിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലാൻ ഇതിലൂടെ സാധിക്കട്ടെ എന്നും പറയുകയുണ്ടായി. കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും അറിയുവാനായി RJBC ന്യൂസ് ഫോളോ ചെയ്യുക. താങ്ക് യു.